അങ്ങനെയാണ് ശരിക്കും 8 ജോലികൾ സ്വന്തം കയ്യിലേക്ക് എത്തുന്ന ഒരു പഠിപ്പിസ്റ്റായി മാറിയത്. പഠിപ്പിസ്റ്റായി പറയുന്ന കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കോളേജിൽ പോയി പഠിച്ച് അങ്ങനെയല്ല. അല്ല, അത്രയും ആവേശം ഉണ്ടായില്ല. അതായത് നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യപ്പോഴാന്ന് വെച്ചാൽ നമ്മള് അത്രയും നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോ ഞാൻ പോയതൊരു കംഫർട്ട് സോണിലേക്കായിരുന്നു. അതായത് നിറയെ ആൾക്കാർ വീട്ടില്, ജോലിയൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ഇദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്ന അത്രയും നല്ലൊരു അമ്മ. അതായത് ഒരു കാര്യത്തിലും ഒന്നിനും ഒരു അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. ഇത്ര മണിക്ക് എഴുന്നേക്കണം, ഇത് ചെയ്യണം, ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് വരാം. 7, 7:30, 8. അവരെന്താ ഇത്ര ലേറ്റായ, എന്താ, ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മ, പിന്നെ എന്താ പറയാ, വളരെ ജോലിയൊന്നും ചെയ്യണ്ട, ഇഷ്ടം. അപ്പൊ ആ ഒരു വർഷം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതെ അതെ. എന്നാ പോലും നമുക്ക് എപ്പോഴും ഉള്ളിൽ ഈ ഒരു വീട്ടുകാരുടെ ആ ഒരു ഇത് നമുക്ക് എപ്പോഴും, അതായത് ഇവിടെ എത്ര സന്തോഷമായിട്ടാണെങ്കിലും നമുക്ക് അവരെ ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു നമ്മളൊരു സംതൃപ്തിയിലാവണമെങ്കിൽ, നമുക്കൊരു സന്തോഷം വരണമെങ്കിൽ ഇവരും കൂടെ സന്തോഷത്തിൽ ഇരിക്കണമല്ലോ. അല്ലാതെ നമ്മൾ മാത്രം ആഘോഷമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതെപ്പോഴും ഉള്ളിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ മൂത്ത മകനുണ്ടായി. പിന്നെ അവൻ്റെ കാര്യങ്ങൾ, ചെറിയ കുഞ്ഞല്ലേ, അങ്ങനെ 2.5 വർഷം അങ്ങനെ പോയി. അപ്പം പിന്നെ എനിക്കിങ്ങനെ തോന്നി, ഞാൻ കുറേ ലക്ഷ്യങ്ങൾ, കുറേ സംഭവങ്ങളൊക്കെ വിചാരിച്ച വന്ന് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ ലൈഫ് ഇങ്ങനെ പോകുന്ന പോലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും ഇതായില്ല. പഠിക്കാൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയണ്ടേ എന്നാ പഠിപ്പിക്കാൻ, അന്നാ അതും ഉണ്ടായില്ല. പിന്നെ മോനുണ്ടായപ്പോൾ ശ്രദ്ധ, മോൻ്റെ ഒരു കാര്യവും അവനുള്ളതായി പ്രിഫറൻസ്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പോയത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇത് ഈ ഒരു രീതിയിലല്ലേ പോകാനല്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ PG, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ജോലിക്ക് വേണ്ടിയുള്ളത്, എന്തായാലും നമ്മുടെ ലക്ഷ്യം ജോലിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്കൊരു നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്നോ, അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ ഇതാവണമെന്നോ, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായി നന്നായി ജീവിക്കണമെന്നോ, ഇതൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി, അതൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം ഞാനോർത്ത് ഈ ആഗ്രഹം മാത്രം ബാക്കി അങ്ങനെ കാര്യങ്ങളെല്ലാം ജീവിതം അങ്ങനെ പോകുന്നു. അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു, സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഉൾവിളി. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ മോൻ അത്യാവശ്യം വലുതായി, 2-2.5 വയസ്സായി. അപ്പം പിന്നെ പോയിട്ട് PSC കോച്ചിങ്ങിന് ചേർന്നു. ഒരു 4 മാസം പോയി. എനിക്കിതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായില്ല. ഒരു 4 മാസം കോച്ചിങ്ങിന് പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് 5-6 പേര് കമ്പൈൻ സ്റ്റഡി, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇതേപോലെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം ബോധോദയം വന്നിട്ട് തിരിച്ചറിവ്, അതെ, അങ്ങനെ പിന്നെ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലിസ്റ്റിൽ ആദ്യം 1-2 എക്സാമ്പിളൊന്നും വന്നില്ല, പിന്നെ വരുന്നതിലൊക്കെ വന്നു തുടങ്ങി. ലിസ്റ്റിൽ വന്നു തുടങ്ങി. അതായത് തൊട്ടടുത്തല്ല, അങ്ങനെ നോക്കി കുറേ എണ്ണം പോകും അതിൽ. പിന്നെ കണ്ടക്ടറായിട്ട് വന്നത് ഫസ്റ്റ് ഒന്ന് വന്നിരുന്നു കണ്ടക്ടറായിട്ട്. അത് പ്രഗ്നൻസി പീരീഡിലായിരുന്നു. അതങ്ങനെ ഒരു പ്രിപ്പയർഡായിട്ട് എഴുതിയ എക്സാം അല്ല, എന്നാലും കണ്ടക്ടർ ലിസ്റ്റ് കുറച്ച് പേര് അധികം എടുക്കുന്ന ഒരു ഇതിലായതുകൊണ്ട് വന്നു. അത് വയനാടാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയൊരു ഇതായിരുന്നില്ല, അങ്ങനെ അത് ഒഴിവായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം വേറെയുണ്ട്, കിട്ടിയതിന് പോകാൻ പറ്റില്ല. എനിക്ക് കണ്ടക്ടർ ജോലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലി തന്നെയാണ്. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓഫീസ് വർക്കിനേക്കാളും ഇഷ്ടം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഉള്ളൊരു ജോലിയാണ്. അപ്പം അങ്ങനെയാണ് പോലീസ് എന്നുള്ളൊരു, ഭയങ്കര ഇഷ്ടമാണ് പോലീസ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. LD ക്ലർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും നമുക്ക് അത്ര ഒരു ഇതില്ല. എങ്കിലും ട്രെയിനിങ് പീരീഡിൽ തന്നെ 2 LD, ഒന്ന് വയനാട്ടിൽ വന്നതും എഴുതിയതും, ഒന്ന് തൃശ്ശൂർ എഴുതിയതും. 2 LD വന്നത് ഈ ട്രെയിനിങ് പീരീഡിലായിരുന്നു. അപ്പോൾ ഒരുവിധം പോലീസിൻ്റെ ട്രെയിനിങ്ങിന്, പോലീസിനും എക്സൈസിനും ഒരുമിച്ചായിരുന്നു ട്രെയിനിങ്ങിന് വിളിച്ചത്. അപ്പം ഞാനോർത്തു എനിക്ക് കുറച്ചുകൂടെ ഇതിനോടാണല്ലോ താല്പര്യം, അപ്പം പോലീസിൽ പോകാന്ന് ഓർത്തു. ഒരു ദിവസത്തെ വ്യത്യാസത്തിലായിരുന്നു ഇത് എന്താ പറയുക, ഫിസിക്കലും ഒക്കെ. അപ്പോൾ പോലീസിലേക്ക് വന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൽ CID ആയിട്ട് ജോലി ചെയ്തിട്ടില്ലേ? ആദ്യം വന്നത് സാധാരണ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ. അവിടുന്ന് പിന്നെ പിങ്കിലേക്ക് പോയി. അത് പിങ്ക് ഇതില്ലേ വെഹിക്കിളാ, പിങ്ക് പോലീസ്, അതിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നെ
സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് ഇന്റലിജൻസിലേക്ക് പോകുന്നത്. അത് വേറെ രസമുള്ള ഒരു പരിപാടിയാണ്. ആണ്. ജോലി ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ ജോലി നമ്മളോട് ആരും ഒന്നും ജോലിക്ക് വന്നില്ലേ, ഇത്ര മണിക്ക് വരണം, ഇന്ന ഡ്രസ്സ് ഇടണം ഒന്നും പറയാനില്ല. ഫ്രീ ബേർഡാണ്. എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോഴാണ് പ്രശ്നം നടന്ന് പണി കിട്ടുന്നത്. നല്ല പണിയാ. നമ്മുടെ ഏരിയയിൽ നമ്മൾ നോക്കുന്ന സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ആ പ്രശ്നം ഉണ്ടായിട്ട് അയ്യോ ഇവിടെ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റില്ല. ജോലി അതല്ല. അതെ, പറഞ്ഞ നടന്നത് ഞങ്ങൾക്ക് അല്ലാതെ അറിയാം, നടക്കുന്നതിന്റെ മുന്നേ അത് അന്വേഷിച്ച് പറയലാണ്. അപ്പോൾ അതുവരെ ഭയങ്കര സ്റ്റേഷനിലാണെങ്കിലും പിങ്കിലൊക്കെ ആണെങ്കിലും ഭയങ്കര, എനിക്ക് ട്രെയിനിങ് പീരീഡ് തന്നെ അതെ, ഒരു ഞാൻ വീട്ടിൽ നിന്നിലേക്ക് വരുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അതിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് IG അനുമോദന ഇതൊക്കെ തന്നു. അങ്ങനെയുള്ള മാധ്യമ ശ്രദ്ധയുള്ള അവർക്ക് ട്രെയിനിങ് പീരീഡിൽ തന്നെ അത് പറഞ്ഞ വലിയ. അപ്പം ഞാനൊരു നല്ല എന്താ പറയാ, എനിക്ക് തന്നെയോ ഞാൻ ഭയങ്കര നല്ല പോലീസുകാരിയാന്നൊക്കെ ഓർത്തിരുന്ന. ഈ ഇന്റലിജൻസിലേക്ക് പോയപ്പോ മെമ്മോ കിട്ടി തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര പാടുള്ള പണിയാണ്. ഞാൻ ഓർക്കുമ്പോ യൂണിഫോം ഇടണ്ട, രാവിലെ അതൊരു ചടങ്ങാണ്, ഷൂ ഇട്ട് ബെൽറ്റ് അത് ഇത് തൊപ്പിയ. അപ്പൊ അത് വേണ്ട, നമ്മളോട് ആരും ചോദിക്കാനില്ല പറയാനില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. നമുക്ക് തരുന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഒന്നും പറയില്ല. പക്ഷെ ആ ഏരിയയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, വല്ല സമരം നല്ലൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി അറിയിച്ച് നമ്മൾ ഇത്ര അവിടെ ഇന്നതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇത്ര സ്ട്രെങ്ത് പോലീസുകാരെ എത്ര പേരെ അവിടേക്ക് വിടേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശം വരുന്നത്. ഇത് അത്ര എനിക്ക് അതിന് മാത്രമുള്ളൊരു ജെൻസിനെന്ന് പറയുമ്പോൾ അവര് നമ്മളെക്കാളും കോണ്ടാക്ട്സ് ഉണ്ടാവുമല്ലോ, പിന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ വലിയ ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ട് ഓട്ടോറിക്ഷക്കാരോടൊക്കെ പോയിട്ട് അങ്ങനെ പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ന്യൂസ് കൊടുത്താൽ നമുക്ക് ജേർണലിസ്റ്റ് ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഡിഗ്രി. അപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് ഫസ്റ്റ് കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് നല്ല ഇത് കിട്ടും, പോയിന്റ് കിട്ടും, അപ്പുറത്തെ പത്രക്കാരെ അറിയണ്ട. അപ്പോൾ ഏരിയയും ആളൊക്കെ അനുസരിച്ച് പേപ്പറിന്റെ പേരൊക്കെ മാറും. അതെ, അപ്പൊ ഇവരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയും, അതാ ഇങ്ങനെയുണ്ട്, പോലീസുകാരെ അറിയിക്കണ്ട കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ. പിന്നെ കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള ഇതില്ലേ, കഞ്ചാവ് അതൊക്കെ ഇവര് പറയും, എന്നാ അന്നെടുത്ത ആ പയ്യതാണ്, പോലീസുകാരൊന്നും അറിയണ്ട, നിങ്ങളല്ലാതെ ഇതായിട്ട് കൊടുത്താൽ മതി, അങ്ങനെ വല്ലതും വന്നാൽ പറഞ്ഞു തന്നാൽ നമ്മളാന്ന് അറിഞ്ഞിട്ട് വേറെ വിഷയം വരുന്നൊക്കെ. അപ്പൊ അത് അതൊരു ഇതായിട്ട് പറഞ്ഞ് നമ്മളത് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ, അതിലൊരു ആക്ഷൻ വരിക, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ല. അപ്പം മെഡിക്കൽ കോളേജിൽ കുറേ ഈ വൈകുന്നേരമായി പറഞ്ഞ പോലെ രോഗികൾക്ക് കൂട്ടിരിപ്പ് എന്നൊക്കെ പറഞ്ഞ് അല്ലാത്തവരും വന്ന് കറങ്ങി നടക്കുക, പിന്നെ പോക്കറ്റ് അടിക്കുക, അങ്ങനെയുള്ള അത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് അവിടെ ചികിത്സയ്ക്ക് വരുന്നത്. അവരെ പേഴ്സ് അടിച്ചു മാറ്റിയിട്ടും അങ്ങനെയാ. അപ്പം CCTV കൊണ്ടുവരുന്ന ഒരു വിഷയം വന്നു, അതിങ്ങനെ തടസ്സമായിട്ടിരിക്കുകയാണ്. അപ്പം അതിന് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ വെച്ച് അത് ആ CCTV വെച്ചിട്ട് അവർ നമ്മുടെ അടുത്ത് മെഡിക്കൽ കോളേജ് അധികൃതർ നമ്മുടെ അടുത്ത് അത് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര സന്തോഷമുള്ള. പിന്നെന്ന് വെച്ചാൽ മൊത്തത്തിൽ അതൊരു നല്ല ജോബായിരുന്നു, പക്ഷെ നമുക്ക് ഉത്തരവാദിത്തം കൂടുതലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റേഷനിലെ ജോലി സിമ്പിളാണ്. രാവിലെ പോകുമ്പം SHO എന്താണോ പറയുന്നത് ആ വർക്ക് ചെയ്യും. ഇന്ന് കോടതിയാണ് പറഞ്ഞാൽ കോടതി, അല്ലെങ്കിൽ ഇന്ന് ജയിലിൽ നിന്ന് ഇന്ന ആളെ എടുക്കുകയാണെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റേഷൻ ഡ്യൂട്ടി ആണെങ്കിൽ അവിടെ ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ഇതല്ല, രാത്രി 1 മണി 2 മണി എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ല, എപ്പോഴും CUG ഓണിലിരിക്കണം. നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയായിരുന്നു. നിങ്ങൾ നടന്ന വഴിയൊന്നും അത്ര നല്ല വഴികളൊന്നും അല്ല. ഇപ്പോൾ മൗണ്ടനറിങ്, ബൈക്കിങ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണ്, സാധാരണഗതിയിൽ ഇതൊക്കെ ചെയ്യുന്ന പെണ്ണെന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക, ആദ്യമേ തന്നെ അത്തരത്തിലുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന ഒരു പെണ്ണാണ്. നിങ്ങൾ ചെയ്ത ജോലികളെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിലുള്ള ജോലികളാണ്. ഒരു അനൗൺസർ ആവുക, പരസ്യം ചെയ്യുക, അങ്ങനെയുള്ള ആൾ എന്താ പറയുക, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള ടേസ്റ്റ് ഉള്ള ഒരാൾ പോകുന്നത് നേരെ എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് മൗണ്ടറിങ് ചെയ്യുക, ബൈക്കിംഗ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. അതിനോടൊക്കെ ക്രൈസ് തുടങ്ങിയത് എപ്പോഴാണ്? അത് ആക്ച്വലി ചെറുപ്പം തൊട്ടേ ഉണ്ട് എന്നുള്ളതാണ്. അതായത് കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പൊ
അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെയൊക്കെ മക്കള് ഏട്ടന്മാര് നമ്മൾ ഇവരെയൊക്കെ കൂടെ ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ നമ്മൾ ആ ഒരു ലോക. ഇപ്പൊ ഇവര് ചക്ക പറിക്കാൻ മാവില് അല്ല മാങ്ങ പറിക്കാൻ മാവ് കയറുമ്പം നമ്മളും കയറും, ചക്കയിടാൻ കയറുമ്പോൾ നമ്മളും കയറും. അങ്ങനെ നമ്മളൊരു വേറെ നമ്മൾ ലേഡിയാ അല്ല പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ പിന്നെ ആ ഒരു ഇതിൽ മാറിയിട്ടില്ല. ഇവര് ചെയ്യുമ്പോൾ അതേമാതിരി നമ്മളും ചാടി കയറി സൈക്കിൾ, ഇവര് വാടകയ്ക്ക് അന്ന് 2 രൂപയ്ക്കൊക്കെ സൈക്കിൾ കിട്ടുമല്ലോ, സൈക്കിൾ എടുക്കുമ്പോൾ നമ്മളും സൈക്കിൾ ഓടിക്കുന്നു. പുഴയിൽ പോയി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴയാ, അപ്പോൾ പുഴയിലേ കുളിച്ചിട്ടുള്ളൂ. നമുക്ക് വീട്ടിൽ അങ്ങനെ ഇതേമാതിരി അറ്റാച്ച്ഡോ അല്ലാത്തതോ ആയിട്ടുള്ള ബാത്റൂം ഇല്ല. അപ്പം നമ്മുടെ ആ ഭാഗത്തുള്ളവരൊക്കെ പുഴയിലാണ് പോയി കുളിക്കുക. അപ്പം നമ്മൾ നീന്തൽ പഠിച്ചു. ആ നീന്തൽ പഠിച്ചത് എനിക്ക് വളരെ ഉപകാരമായി. ഈ പോലീസ് ട്രെയിനിങ്ങിലൊക്കെ പോയപ്പോൾ നമുക്കത് ഏറ്റവും ഉപകാരമായി. പിന്നെ ഈ പഞ്ചായത്ത് ഇതിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ട്രെയിനേഴ്സിനെയൊക്കെ എടുത്ത സമയത്ത് നമ്മളെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രൊഫഷണലി പഠിച്ചിട്ടല്ല, വെള്ളത്തിൽ വീണ കയറി പോകാനുള്ള നീന്തലുണ്ടല്ലോ, നാടൻ, മോഹൻലാൽ പറഞ്ഞ പോലെ നാടൻ തല്ലി എന്ന് പറഞ്ഞ പോലെ നാടൻ നീന്തല്, അതൊക്കെ. അപ്പോൾ ആ ഒരു ലൈഫ് ശരിക്കും ചെറുപ്പത്തിലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ വന്നത് ഇങ്ങനെയുള്ളൊരു ഇതിൽ. അതായത് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ നമ്മൾ പോണു, സ്കൂളിൽ പോകണു, തിരിച്ചു വരണു, വീട്ടിലിരിക്കണു, പഠിക്കുന്നു, അതല്ല. വീട്ടിൽ കുറേ കുട്ടികളുള്ള കാരണം അവരെ കൂടെ നമ്മൾ എല്ലാത്തിലും പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജെൻഡർ വ്യത്യാസം നമുക്ക് തോന്നില്ല. മരത്തിൽ കയറുമ്പോൾ നമ്മൾ മരത്തിൽ കയറുന്നു, അത് വലിയ ഇതായിട്ട് തോന്നില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ഉള്ളിലുണ്ടല്ലോ, നമുക്ക് എന്തും എനിക്കൊന്ന് ഇപ്പോൾ ടാങ്കിൽ, ഇപ്പോൾ വീട്ടിലാണെങ്കിലും അതെ പൊക്കത്തിലുള്ള അതിൻ്റെ ടാങ്കിൻ്റെ മേലേക്ക് അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെല്ലാം എന്തിനും റെഡി. അങ്ങനെ പിന്നൊക്കെ നിൽക്കുന്നൊരിതില്ല. പിന്നെ ഏജിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് എന്തിൻ്റെ അസുഖമാണ്. ഈ 35 വയസ്സ് മക്കൾ 3 പേരായപ്പോഴാണ് ബുള്ളറ്റ് പോയി വാങ്ങിയിരിക്കണം. നെഗറ്റീവ് എല്ലാവരുടെ അടുത്തുണ്ടല്ലോ. അപ്പം ആ ഒരു സംഭവം ഞാൻ നോക്കാറില്ല. ഏജ് അത് ബയോളജിക്കൽ, അത് ഒരു ലൈഫ് സ്പാം, ഇതിലുള്ള പീരീഡിൽ ഓരോ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക, അതൊക്കെ ആ സമയത്ത് നടക്കുന്നത്. അത് പ്രകാരം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നുള്ള അത് എവിടെയും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ താല്പര്യത്തിനേക്കാളും നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടല്ലോ. ഇന്നതുപോലെ ഇപ്പോൾ ബുള്ളറ്റൊക്കെ ഓടിച്ച ആണുങ്ങൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുള്ളറ്റിലിരിക്കുമ്പോൾ ഒരു വേറൊരു ഇതാണല്ലോ, സ്കൂട്ടറിലിരിക്കുന്ന പോലെയല്ലോ ഒരു ബുള്ളറ്റിൽ ഗമയുണ്ട്. പിന്നെ അപ്പോൾ നമുക്കൊരു പിന്നെ പോലീസിലായിരിക്കുമ്പം ബൈക്കും ബുള്ളറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ പോകുമ്പോൾ ഒരു വ്യത്യാസം വേറെ തന്നെയാണ്. നമുക്കിനൊരു കോൺഫിഡൻസാണ്. അപ്പോൾ മറ്റുള്ളവർ കാണിക്കാനല്ലേ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്കൊരു കോൺഫിഡൻസാ. ആ ബുള്ളറ്റിൽ ഇങ്ങനെ പടപടാ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതൊക്കെ അത് ഫീൽ ചെയ്തവർക്കേ അത് അറിയുള്ളൂ. അത് നമുക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന അറിയില്ല. അപ്പം ഞാൻ ഈ ബുള്ളറ്റ് വാങ്ങിയത് 35 വയസ്സ് കഴിഞ്ഞു. 3 പിള്ളേരും അതിന് ശേഷമാണ് അത് സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ഓടിക്കണം എന്നുള്ള ഒരു തന്നെ ചെയ്തത്. അത് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതെല്ലാം താല്പര്യപ്രകാരമല്ല. മൂന്നാറിലെ പിള്ളേരുടെ കൂടെയൊക്കെ മല കയറാൻ പോയിട്ട് ചാമ്പ്യൻ ആവുക എന്നൊക്കെ പറയുന്നത്, സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല. ചെറിയ ഇൻട്രസ്റ്റ് പോരാ, ഇങ്ങനെ സംഭവിച്ചു പോവാന്ന് പറയില്ലേ മല കയറുന്നത്. അതെ, അതായത് മല കയറുന്നത് എങ്ങനെ സംഭവിച്ചു പോകുന്നത് അല്ല ആ ഇൻസിഡന്റ്, അതായത് പിന്നെ ഇങ്ങനെയൊരു ഇത് കണ്ടപ്പോഴ് മൗണ്ടനിയറിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട് പറഞ്ഞപ്പം എനിക്കല്ല എനിക്ക് മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഇതിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഒന്നും അറിയില്ല. ഹസ്ബൻഡിന്റെ വീട് കണ്ടിട്ടുണ്ടല്ലോ, അത്രയും ഒരു കുന്നിന്റെ പുറത്താണ്. നമ്മള് വെള്ളം എടുക്കാനൊക്കെ താഴേക്ക് എന്ന് പറഞ്ഞാൽ നല്ല താഴേക്ക് ഇറങ്ങി വന്ന് കിണറും അത് പാതാളം പോലെ ഒരു കിണറിന് വെള്ളം എടുത്തിട്ട് ഒരു പാത്രം ഇവിടെയും ഒന്ന് തലയിലും വെച്ചിട്ട് നടന്നു കയറി. രാവിലെ ഒരു 5:30 തുടങ്ങണം സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ. ഞാനും അനിയത്തിയും കൂടെ വെള്ളം കൊണ്ടു, അച്ഛനും എല്ലാവരും. ഞങ്ങൾ 5 പേര്, 4-5 പശുക്കള്. ആ പശുക്കൾക്ക് കുടിക്കാനുള്ളത്, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുളിക്കാൻ, പിന്നെ പശുക്കളൊക്കെ ഉള്ള വെള്ളം തന്നെ പറഞ്ഞാൽ ഒരു 5 പശുക്കളുണ്ടെങ്കിൽ കുടിക്കാൻ തന്നെ അത്യാവശ്യം നല്ല വെള്ളം വേണം. അപ്പം ഇത്രയും വെള്ളം ഒരു വീട്ടിൽ ഒരാളൊന്നും വിചാരിച്ച് നടക്കില്ല. അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കയറ്റി കൊണ്ടുപോയിട്ട്, അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഇപ്പോഴും കുട്ടികളൊന്ന് ടാപ്പ് തുറന്ന് ഒരു തുള്ളി വെള്ളം കളയുമ്പോൾ നമുക്ക്
വിഷമാണ്. കാരണം ഈ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഒന്ന് കുലുങ്ങിയിട്ടൊരു കുറച്ച് വെള്ളം പോയാൽ പോലും നമുക്ക് വിഷമാണ്. അപ്പൊ ഇവരൊക്കെ കളിയാക്കും, ഒന്ന് പൈപ്പ് തുറന്ന്. അപ്പൊ നമുക്കത് വിഷമാണ്. നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ട്, ഇതുണ്ട്, പക്ഷെ പറഞ്ഞിട്ടല്ലേ അത് അനുഭവിച്ച് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് കളയാൻ തോന്നില്ല. കുറച്ച് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ പിശുക്കി ചെയ്യുന്നത്. ആ ഒരു ഇതിൽ പോയി. പിന്നെ ഞാൻ കൃഷിഭവനിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം, നമുക്ക് അപ്പം ഒരു വരുമാനം വേണം. അത് +2 കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഇരിക്കുമ്പോഴാണ്, റിസൾട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൃഷി ഓഫീസറുണ്ട്. അവർ പറഞ്ഞിങ്ങനെ ഡെയിലി വേജസിന് ആളെ എടുക്കുന്നുണ്ട്, എഴുതാനൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഈ ഇത് വന്നില്ലേ, മേപ്പാടി ചൂരൽമല ഈ പ്രശ്നം നടന്ന ആ ഭാഗത്തുള്ള ആ കൃഷിഭവനിലായിരുന്നു. അപ്പം ഞാനവിടെ പോകുമ്പോൾ എനിക്ക് അവിടെ എഴുതിയ ഡെയിലി വേജസ് ഒരു പൈസ കിട്ടും, എല്ലാ ദിവസവും പോകണ്ട. അപ്പോൾ കോളേജിൽ ചേർന്നപ്പോഴും ഞാൻ അവിടെ പോയി. ഞാനങ്ങനെ കോളേജിൽ ഫുൾ 3 വർഷം അങ്ങനെ സ്ഥിരമായി പോയിട്ടുള്ള ആളല്ല. അവർക്കും അറിയാം, ടീച്ചേഴ്സിനെ ഏകദേശം അറിയാം നമ്മുടെ ഒരു ഇത്. അതുകൊണ്ട് അവർ കുറേ എക്സംഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം ഞാൻ ആളുകളുടെ വിചാരം ഫുൾ കോളേജിലേക്കാണ്. ഞാനിതിൽ പകുതി ദിവസം കൃഷിഭവനിൽ പോവും, ബാക്കി ദിവസം കോളേജിൽ പോവും. ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ കൂടെയുള്ള കുട്ടികളുടെ ഒരു ഇതുണ്ട്, അവർ ഫോട്ടോ കോപ്പി എടുത്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെയാണ് 3 വർഷവും പോയത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അച്ഛനോട് പോയിട്ട് ബസ്സിൻ്റെ പൈസയും പഠിക്കാനുള്ള പൈസയും ചോദിക്കേണ്ട ഒരു ഇത് തന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു എനിക്ക് എൻ്റെ ഒരു മെയിൻ ഒരു ഇത് തന്നെയാണ്. കാരണം എന്നെ എപ്പോഴും അവരെ ഒരു കെയറിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. +2 പഠിക്കുമ്പോഴാണെങ്കിലും, +2 ഞാൻ ഒരു മുസ്ലിം ഓർഫനേജ് സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു പ്രിൻസിപ്പാളാണ് എൻ്റെ ഫീസ് എടുത്ത് അടച്ചത്, മുഹമ്മദ് സാറ്. അപ്പോൾ ആ സാറ്, ഞാൻ ഹ്യൂമാനിറ്റീസാണ് എനിക്ക് കിട്ടിയത്. ആ +2 ചേഞ്ച് ആവുന്ന സമയമാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പക്ഷേ എനിക്ക് സയൻസ് കിട്ടിയില്ല. ഇത് കുറവാണല്ലോ, +2 കുറവല്ലേ.